പട്ടയയിൽ അധികം ആരും പോവാത്ത ഒരു റെയിൽവേ സ്റ്റേഷനാണ് പട്ടയ റെയിൽവേ സ്റ്റേഷൻ. അധികം ആരും എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടുകാർ മലയാളികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ റെയിൽവേ സ്റ്റേഷനിൽ അധികം പോയ ചരിത്രം ഉണ്ടായിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒറ്റ വീഡിയോ പോലും ഞാൻ കണ്ടിട്ടില്ല. ഇതൊരു വളരെ ലോക്കലായിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ്. പക്ഷേ എന്നാലും അവർ വളരെ നീറ്റായിട്ട് നല്ലൊരു ഭംഗിയായിട്ടൊക്കെ വച്ചിട്ടുണ്ട്. കാരണം തായ്ലൻഡ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ടൂറിസത്തിലാണ്. ആ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അവർ മരിച്ച് പണിയെടുക്കും, എന്ത് വേണമെങ്കിലും ചെയ്യും. അങ്ങനെ അതുകൊണ്ടൊക്കെ കൂടിയിട്ടാണ് ആ ഒരു നീറ്റ്നെസ്സും കാണാൻ ഭംഗിയുള്ള രീതിയിലെല്ലാം സംരക്ഷിച്ച് വെച്ചിരിക്കുന്നത്. ഒരു സാധാരണ റെയിൽവേ സ്റ്റേഷൻ. നമ്മളങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പോലെ തന്നെ ഒരു പ്ലാറ്റ്ഫോം കാണാം. കുറേ ദൂരെ നിന്ന് ഇങ്ങനെ ട്രെയിൻ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ നാട്ടിലെ പോലെയൊക്കെ തന്നെ, പക്ഷേ ആൾക്കാർക്ക് കുറച്ച് വ്യത്യാസമുണ്ട്. കണ്ട തായ്ലൻഡ് ആൾക്കാരെ പോലിരിക്കുന്ന ഇവർ തായ്ലൻഡാണല്ലോ, അത്ര വ്യത്യാസമുള്ളൂ. പക്ഷേ കുറച്ചുകൂടി ഭംഗിയായിട്ടൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് പട്ടയ റെയിൽവേ സ്റ്റേഷൻ. ഇനി നിങ്ങളിവിടെ പോവുകയാണെങ്കിൽ അവിടെ പോകണം. പട്ടയ റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ പറ്റുമെങ്കിൽ പോകാൻ നോക്കുക. തേർഡ് ക്ലാസ് റെയിൽവേ സ്റ്റേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. റെയിൽവേ സ്റ്റേഷനല്ല, തേർഡ് ക്ലാസ് ട്രെയിനായിരിക്കും വരിക. ആ ട്രെയിനെത്തി സെക്കൻഡ് ക്ലാസ് തേർഡ് ക്ലാസ് ആണല്ലോ ഇപ്പോൾ തേർഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ. എന്നാലും അത്യാവശ്യം നല്ലൊരു ട്രെയിനാണ്. കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല ട്രെയിനാണ്. AC ഒന്നുമില്ല. അപ്പോൾ ഒരു 4 മണിക്കൂറൊക്കെ എടുക്കും. ഇപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ പട്ടയിൽ നിന്ന് ബാങ്കോക്കൊക്കെ പോവുകയാണെങ്കിൽ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇതിപ്പോൾ ശരിക്കും എനിക്കിപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ബാങ്കോക്ക് പോകാനല്ല ഉദ്ദേശിച്ചേക്കണേ. ഇവിടെ പട്ടയ പോർട്ട് എന്ന് പറഞ്ഞൊരു പോർട്ടുണ്ട്, അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. സീറ്റൊക്കെ കണ്ടില്ലേ, ചുമ്മാ TTR വന്ന് നമ്മുടെ ടിക്കറ്റൊക്കെ പരിശോധിക്കും. ടിക്കറ്റിൽ നമ്മൾ ചവിട്ടി പുറത്താക്കും, അത് വേറെ കാര്യം. അപ്പോൾ ഇവിടുത്തെ പോലെ നമ്മുടെ നാട്ടിൽ പോലെ അവിടെയും ഇങ്ങനെ വിൽക്കാൻ വരുന്ന ഒരു സ്ത്രീയുണ്ട്. പലരും ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലും അതുപോലെ തന്നെ. പക്ഷേ എന്നാലും ട്രെയിനൊക്കെ നല്ല വൃത്തിയായിട്ടൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട്. അവരിങ്ങനെ പറഞ്ഞ കൊട്ടിപ്പാടി പോണ പരിപാടിയൊന്നും നമ്മുടെ നാട്ടിലെ ട്രെയിനെ പോലെ അവിടെ ഇല്ല. പിച്ചക്കാരാണ് ഞാൻ കണ്ടില്ല. പിച്ചക്കാരാണെങ്കിൽ പോലും അവർക്ക് മാന്യത ഉണ്ടാവും. പക്ഷേ എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ട്രെയിനിൻ്റെ ബാക്ക് സൈഡാണ്. ഒരു ഗ്ലാസ് ഡോർ വെച്ചെങ്കിലും കെട്ടി വെച്ചേക്കാണ്. ഇത് തുറന്ന് നമ്മൾ താഴെയാണ്. ബാക്ക് സൈഡാണ്. ഇതാണ് എന്നെ ശരിക്കും ഞാൻ അന്തം വിട്ടു ഇത് കണ്ടിട്ട്. കാരണം ഇത്രയും മനോഹരമായ ട്രെയിനായിട്ടും ബാക്ക് സൈഡ് കൊള്ളാം. ഇതെന്തായാലും സേഫ്റ്റിക്ക് പ്രശ്നമൊന്നുമില്ല, അവർ ശരിക്കും കെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ ഇറങ്ങി പോർട്ടിൽ ഇറങ്ങിയപ്പോൾ അവിടെ കാണുന്ന ഒരു കടയാണ് നമ്മുടെ നാട്ടിലെ പോലെയൊക്കെ തന്നെ സാധാരണ ഒരു കട, ഒരു സാധാരണ പലചരക്ക് കട. അത് കഴിഞ്ഞിട്ട് കുറച്ച് നടക്കണം അവിടുത്തെ ബോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ പോകുന്ന വഴിയൊക്കെ നമ്മൾ കണ്ടറിയാമല്ലോ, മുകളിലൊക്കെ കണ്ടില്ലേ, ഒരു പ്രത്യേക രീതിയിൽ നല്ലൊരു ആർക്കിടെക്ചർ രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തേക്കണായിരിക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കവറിങ് വേണമെങ്കിൽ ഇടാവുന്നേ ഉള്ളൂ, ഇപ്പം ഇട്ടിട്ടുള്ളതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രക്ചർ നല്ല രസമായിട്ട് എനിക്ക് തോന്നി. ദൂരെ നമുക്ക് പട്ടയ എന്ന് കേൾക്കണം കാണാം. പട്ടയ എന്നുള്ളത് പട്ട പ്ലസ് യ എന്ന് വായിക്കാം, അല്ലെങ്കിൽ പാറ്റ പ്ലസ് യ എങ്ങനെയാണ് വായിക്കാം. അതിൻ്റെ അർത്ഥം എനിക്കറിയില്ല. എനിവേ, അപ്പോൾ ബോട്ട് വരുന്ന സ്ഥലത്തേക്ക് ഞാൻ പോവുകയാണ്. അവിടുന്ന് ഞാൻ ലോൺ ഐലൻഡിലേക്കാണ് പോകുന്നത്. ലോൺ ഐലൻഡിലേക്ക് നമ്മൾ ഒരു ബോട്ടിൽ കയറി വേണം പോകാൻ. മുമ്പ് നടക്കുന്ന ഒരു പാർട്ടി ഇങ്ങനെ ഒരു ഷോളെടുത്ത് ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കണേ. അത് ചിലപ്പോൾ ഉണങ്ങാൻ വേണ്ടിയായിരിക്കാം. മിക്കവാറും ബോട്ടിൽ പോയി ഇവരുടെ ഷോൾ നനഞ്ഞു തോന്നുന്നു. അത് ഉണക്കാൻ വേണ്ടിയായിരിക്കാം. അത് ഉണങ്ങിയെന്ന് തോന്നുന്നു. എനിവേ, അപ്പോൾ പോകുന്ന വഴിയൊക്കെ നല്ല രസമായിട്ട് വെച്ചിട്ടുണ്ട്. അത് പിന്നെ ആവശ്യമില്ലാത്ത സംസാരങ്ങളൊന്നുമില്ല. നമ്മുടെ നാട്ടിലൊക്കെയാണ് ഉറക്കെ സംസാരിച്ച് പോകുന്ന ആളുകളെ കാണാം. ഇവിടെ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഒരു വ്യത്യാസങ്ങൾ കാണുന്ന അവിടെയൊക്കെയാണ്. വഴിയോര കച്ചവടക്കാർ എല്ലായിടത്തും ഉണ്ട്. പക്ഷേ അവരിങ്ങനെ അധികം വിളിച്ചു പോയി നമ്മളെ അലസോരപ്പെടുന്ന രീതി പോകുന്നില്ല. ഇത് ഒരു ടോയ്ലറ്റാണ് ശരിക്കും. ഇതൊരു ബസ്സാണെങ്കിലും ബസ്സിൻ്റെ ഉള്ളിൽ 4 ടോയ്ലറ്റുണ്ട്, 2 വാഷുണ്ട്. അത് ഞാൻ എടുത്തത് മാത്രം. പിന്നെ ഞാനങ്ങനെ അവിടെ നിന്ന് ബോട്ടിൽ കയറി അങ്ങ് പോവുകയാണ്. അപ്പോൾ ആ പോർട്ടിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. ലോൺ ഐലൻഡിലേക്ക് പോവുകയാണ്. ഇവിടെ പല പല ഐലൻഡുണ്ട് നമ്മുടെ തായ്ലൻഡിൽ. അപ്പോൾ അതിൽ ഇപ്പോൾ ഞാൻ പോകുന്ന ഒരു ഐലൻഡാണ് ലോൺ ഐലൻഡ് എന്നുള്ളത്. ലോൺ ഐലൻഡിൽ 2 ബീച്ചുണ്ടെന്നാണ് ഞാൻ കേട്ടത്. നൊബാൻ പേർ എന്നൊരു ബീച്ചുണ്ട്, പിന്നെ നുവാൾ ബീച്ച്. അപ്പോൾ ആദ്യം ലോൺ ഐലൻഡിൽ പോയി കഴിഞ്ഞാൽ നുവാൾ ബീച്ചിലേക്കാണ് പോണത്. സാധാരണ ബോട്ടുകൾ തന്നെ, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ബോട്ടുകളെ പോലെ തന്നെയാണ് അവിടെ. വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഡബിൾ ഡെക്കാണ് ഇതൊക്കെ. ഞാൻ പോകുന്ന ബോട്ടും ഡബിൾ ഡെക്കാണ്. തൽക്കാലം ഞാൻ മുകളിലേക്ക് പോകണമെന്നേ ഉള്ളൂ. അത്രയും കപ്പാസിറ്റി ആളെ നിറച്ചുകൊണ്ട് പോകാം. എല്ലാവരും ലൈഫ് സേവിങ് ജാക്കറ്റ് ഉണ്ടെന്നുള്ള നിർബന്ധമാണ്. അത് എല്ലാ സ്ഥലത്തും അവർ നിർബന്ധമാക്കിയിട്ടുണ്ട്. കാരണം എന്തെങ്കിലും ഒരു മിഷാപ്പ് ഉണ്ടായിക്കഴിഞ്ഞിട്ടല്ല, അതിന് മുമ്പ് തന്നെ അവർ പ്രിക്കോഷൻ എടുക്കുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നുണ്ട്. നമ്മുടെ ഇവിടെ അത്രത്തോളം അവരത് എൻഫോഴ്സ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സ്പീഡ് ബോട്ടുകൾ ഇഷ്ടം പോലെ എല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓളം നന്നായിട്ട് അടിക്കുന്നുണ്ട് എല്ലാ സ്ഥലത്തും. സ്പീഡ് ബോട്ട് പോകുമ്പോൾ അറിയാമല്ലോ, അവർക്ക് പിന്നെ അവിടെ സ്പീഡ് ബോട്ടുള്ള എണ്ണം ഭയങ്കരമാണ്. നമ്മുടെ നാട്ടിലൊക്കെ അത് വളരെ വന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് കേരളത്തിൽ. ഗോവയൊക്കെ പോയ ഇഷ്ടം പോലെ ഉണ്ട്.
ടൂറിസം ഡെവലപ്പ് ചെയ്യണം. ടൂറിസം ഡെവലപ്പ് ചെയ്തെല്ലാം തന്നെ വരും. അതിനാദ്യം വൃത്തി നമുക്ക് കൂടിയ ആൾക്കാരായാൽ പോലും എന്നാലും നമ്മുടെ തീരങ്ങൾ വൃത്തിയാക്കി സൂക്ഷിക്കുന്നതിൽ ഇപ്പോഴും നമ്മൾക്ക് അത്ര ഇൻട്രസ്റ്റ് കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അവിടുത്തെ ബിൽഡിങ്സൊക്കെ കാണാൻ ഒരു പ്രത്യേക രസമുണ്ട്. നമ്മുടെ ബിൽഡിങ്സ് പോലെയൊക്കെ തന്നെ ആണെങ്കിലും കുറച്ചും കൂടെ എന്തൊരു വ്യത്യാസമുള്ള പോലെയൊക്കെ തോന്നുന്നു. കുറച്ചും കൂടെ ഒരു വെർട്ടിക്കലായിട്ട് അധികം ഹൊറിസോണ്ടൽ അല്ലാണ്ട് പണിതൊക്കെ ബിൽഡിങ്സാണ് ഞാനിവിടെ അധികം കാണുന്നത്. അമ്പരചുംബികൾ എന്നൊക്കെ പറയാൻ പറ്റിയ ബിൽഡിങ്സാണ്. ബോട്ടിങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ വെള്ളം സൈഡിൽ കൂടെ പോകുന്ന വെളുത്ത പത കാണാൻ ഒരു പ്രത്യേക രസമുണ്ട്. അതിപ്പോൾ ഏത് ബോട്ട് പോയാലും ഇങ്ങനത്തെ വെളുത്ത പത ഉണ്ടാവും. അത് തായ്ലൻഡ് ആയാലും ഇന്ത്യ ആയാലും. പക്ഷേ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ ഒരു പ്രത്യേക രസമുണ്ട്. അത് ഞാൻ പറയുകയായിരുന്നു. പിന്നെ ഈ കടലിൻ്റെ ഉള്ളിലും ഇഷ്ടംപോലെ മീനുകൾ, ആമകളൊക്കെ ജീവിക്കുന്നുണ്ടാവാം. അപ്പോൾ ഇവിടുത്തെ കടലിനെ ഒരു പച്ച കളറാണ് കാണുന്നത്. നമ്മുടെ നാട്ടിലെത്തി കഴിഞ്ഞാൽ ഒരു നീല കളറാണ് കാണുന്നത്. അതെന്താണ് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, ലൈറ്റിൻ്റെ ഡിഫ്രാക്ഷൻ കാരണമാണ്. നമ്മുടെ കണ്ണിൽ എടുക്കുന്ന പ്രകാശം വേവ് ലെങ്ത് കാരണമായിരിക്കാം അങ്ങനെ വരുന്നത്. എനിവേ ഞാൻ അവിടെ ഇറങ്ങി, ലോങ് ഐലൻഡിലെത്തി. ഇറങ്ങിയിട്ട് വഴിയൊരു കച്ചവടക്കാരെ നമ്മൾ ഇഷ്ടംപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാം. വളരെ നീറ്റായിട്ട് അവർ ഭംഗിയായിട്ട് സാധനങ്ങൾ നിരത്തി വെച്ചിരിക്കുന്നു. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം, കഴിക്കാം. അങ്ങനെ ഇവിടെ പലതരം വണ്ടികൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഓട്ടോറിക്ഷ പോലത്തെ ഒരു വണ്ടിയുണ്ട്. ടുക് അല്ല, ഇതാ കാണുന്നത്, അങ്ങേറ്റത്ത് കാണുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒരു വലിയൊരു വണ്ടിയാണ്, പക്ഷേ അത് ഓട്ടോറിക്ഷ പോലൊരു സാധനമാണ്. അത് കുറച്ച് കൂടുതൽ ആൾക്കാർക്ക് ഇരിക്കാം. അതിൻ്റെ പേരൊക്കെ എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. പിന്നെ വളരെ ഫ്രണ്ട്ലി ആയ ഡ്രൈവേഴ്സാണ് എല്ലാം. ആർക്കും വലിയ ദേഷ്യവും മറ്റൊന്നും മറിച്ചൊന്നുമില്ല. നമ്മുടെ നാട്ടിലെ ഓട്ടോറിക്ഷക്കാർ എല്ലാവരും എന്നല്ല പറഞ്ഞത്, ചില ആൾക്കാരുടെ സ്വഭാവം കണ്ടു കഴിഞ്ഞാൽ ആ പരിസരം മുഴുവൻ അവർ സ്വന്തമാണെന്ന് തോന്നും. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ എല്ലാവരും വന്ന്, പക്ഷേ ഇവിടെ എന്നെ പറ്റിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. കാശ് കൂടുതൽ വാങ്ങിച്ചവന്മാരൊക്കെ ഉണ്ട്. ബിരുദന്മാരൊക്കെ എല്ലായിടത്തും ഉണ്ട്. പക്ഷെ എന്നാലും പറയുമ്പോൾ എല്ലാം പറഞ്ഞല്ലോ. എന്നാലും നമ്മളെ പറ്റിച്ചെങ്കിലും നമുക്ക് അവരോട് സ്നേഹം തോന്നിപ്പോകും. കാരണം പറ്റിക്കുന്നതിനും ഒരു നല്ലൊരു രീതി ഉണ്ടല്ലോ. അപ്പോൾ എന്നുവെച്ചാൽ ഒരു നല്ല രീതിയിൽ പറ്റിക്കുമ്പോൾ നമ്മൾ അതിന് മിടുക്കെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യും. അങ്ങനെ നുവാൾ ബീച്ചിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോങ് ഐലൻഡ് ഇറങ്ങിയിട്ട് നുവാൾ ബീച്ചിലേക്ക് കുറച്ച് പോകാനുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് ഞാൻ പോവുകയാണ്. പോകുന്ന വഴിക്ക് ഇതേപോലെ സ്പീഡ് ബോട്ടുകൾ നമുക്ക് ധാരാളം കാണാൻ പറ്റി. എല്ലാ സ്ഥലത്തും മൊത്തം സ്പീഡ് ബോട്ട് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഭാഗ്യത്തിന് ഞാൻ മാത്രമേ ഇതിലൊരു ഇന്ത്യക്കാരൻ എന്ന് പറയാനുള്ളൂ. ഒറ്റ മലയാളിയെ ഈ വഴിക്ക് ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. പലർക്കും അറിയാൻ പാടില്ലാത്ത ബീച്ചായിരിക്കാം. എനിവേ, അല്ലെങ്കിൽ ഇതൊരു സീസൺ അല്ലാത്ത കാരണമായിരിക്കാം. എനിവേ, പക്ഷേ പട്ടയത്തിൽ കഴിഞ്ഞാൽ കുറേ ആൾക്കാരെ കാണാൻ പറ്റും. മലയാളീസിനെ കാണുന്നുണ്ട്. ഇന്ത്യക്കാരും മലയാളീസിനെ അധികം കാണുന്നത്. സോ ഇത് നുവാൾ ബീച്ചാണ്. നുവാൾ ബീച്ച് ഒരു ചെറിയ ബീച്ചാണ്, പക്ഷേ നല്ല വൃത്തിയുള്ള, പട്ടയേക്കാളും നല്ലൊരു ബീച്ചാണ്. പട്ടയ ബീച്ചാണ് ഏറ്റവും ഡർട്ടി, അവരുടെ രീതിയിൽ ഏറ്റവും ഡർട്ടി ബീച്ച് പട്ടയ ബീച്ചാണെന്നാണ് അവർ പറയുന്നത്. പക്ഷേ എനിക്ക് പട്ടയ ബീച്ച് നല്ല ബീച്ചായിട്ട് തോന്നിയിട്ടുണ്ട്. പട്ടയ ബീച്ച് കഴിഞ്ഞിട്ട് നബാൻ പാർ എന്ന് വേറൊരു ബീച്ചുണ്ട്. അവിടേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അധികം ആൾക്കാരില്ല ഈ സ്ഥലങ്ങളിലേക്കൊന്നും. കാരണം ഇതൊരു ഐലൻഡിലുള്ള ബീച്ചുകളായിരുന്നു. ഐലൻഡിലുള്ള രണ്ട് ബീച്ചിലൊന്നാണ് നുവാൾ ബീച്ചും നബാൻ പാർ ബീച്ചും. അപ്പോൾ അത് കാരണം ഇവിടെ അത്ര വലിയ തിരക്കുമില്ല. എന്നാൽ വൃത്തിക്ക് കുഴപ്പമില്ല. നല്ല രസമുള്ള ഒരു ഏരിയ, ശാന്തമായ ഏരിയ, അങ്ങനെ ഒരു സ്ഥലം. അതുകൊണ്ടാണ് ഇവിടെ അധികം തായ്ലൻഡീസിനെ കണ്ടേക്കണത്. പുറത്തുള്ള വേറെ വിദേശികളെ ഞാനൊഴിച്ച് ആരെയും ഞാനിവിടെ കണ്ടില്ല. ഫുൾ തായ്ലൻഡന്മാർ തന്നെയാണ്. വേറൊരു ഫോറിനർ പോലും ഞാൻ കണ്ടില്ല. സോ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ, അധികം ആൾക്കാരും പോകാത്ത സ്ഥലങ്ങൾ തേടിപ്പിടിച്ച് പോകുന്നതും ഒരു രസം തന്നെയായിരിക്കും. അധികം ടൂറിസ്റ്റുകൾ സന്ദർശിക്കാത്ത പുറത്തെ രാജ്യങ്ങളിലെ സ്ഥലങ്ങൾ, അത് കുറച്ചും കൂടി രസമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു സ്ഥലത്താണ് ഞാൻ താമസിച്ചത്, ഇതിൻ്റെ അടുത്തായിട്ട്. അതിന് ചുറ്റുമുള്ള ഏരിയയാണ് ഈ കാണുന്നതെല്ലാം. സോ ഇത് ശരിക്കും ഒരു പേയിങ് ഗസ്റ്റ് പോലത്തെ ഒരു സ്ഥലമായിരുന്നു. ഹോട്ടലൊന്നും പറയാൻ പറ്റില്ല. ഒരു ഫാമിലിയുടെ ഒരു വീടാണ്. ആ വീട് മുഴുവൻ അവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. ആക്ച്വലി ഈ സമയത്ത് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ ഏകാന്തതയിൽ ജീവിക്കേണ്ട ഒരു അവസ്ഥയെത്തി. അതും ഒരു രസം തന്നെയായിരുന്നു. പിന്നെ ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതെല്ലാ സ്ഥലത്തും ഒരു ഭക്ഷണം ഒരുക്കും. അങ്ങനെ ഈ യാത്ര വളരെ രസമുള്ള ഒരു യാത്ര തന്നെയായിരുന്നു. സോ ഇതുവരെ വീഡിയോ കണ്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.